നമസ്കാരം. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം 10-25 വർഷമായിട്ട് കക്കുന്നുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ടല്ലോ. വിഗ്രഹം മോഷ്ടിക്കുന്നവരും, ഭണ്ഡാരം കുത്തി തുറന്ന് മോഷ്ടിക്കുന്നവരും, കുരിശുപള്ളി തകർത്ത് മോഷ്ടിക്കുന്നവരും, പള്ളിയിലെ പണം മോഷ്ടിക്കുന്നവരും, പള്ളി അടിച്ചു മാറ്റുന്നവരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഭക്തരാണ്. ലീഗിൻ്റെ നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി ഈ ബട്ടന്നൂർ പള്ളിയുടെ പേരിൽ കോടികൾ അടിച്ചു മാറ്റി. പുറത്തിൽ പള്ളിയുടെ പേരിൽ കോടികൾ അടിച്ചു മാറ്റിയ ആളാണ് ഇപ്പോഴത്തെ കണ്ണൂർ ഡെപ്യൂട്ടി മേയർ. അപ്പോൾ ജാതി മത ഭേദമന്യേ ദൈവങ്ങളെന്നോ ദേവാലയങ്ങളെന്നോ അല്ല അവരുടെ സ്വത്തെന്നോ ഒന്നും ചിന്തയില്ലാതെ എല്ലാ പണവും അടിച്ചു മാറ്റുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ട്. അവരൊക്കെ അന്നും ഭക്തരാണ്, ഇന്നും ഭക്തരാണ്, എന്നും ഭക്തരായിരിക്കും. അവരുടെയൊക്കെ ഭക്തി കക്കാൻ വേണ്ടിയുള്ള ഭക്തി മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ അയ്യപ്പൻ്റെ സ്വർണ്ണം എത്രയോ കാലമായി കൊണ്ടുപോകുന്നുണ്ട്. ഹൈക്കോടതിക്ക് തന്നെ സംശയമുണ്ട്. ഹൈക്കോടതി വിശദമായ ഒരു 10-25 വർഷത്തെ അന്വേഷണം നടത്താൻ വേണ്ടി SIT വീണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചക്കരക്കൂടത്തിൽ കൈയിട്ട് കിട്ടാവുന്നവരൊക്കെ വലിച്ചു വാരി തിന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അയ്യപ്പ സംഗമത്തോട് ബന്ധപ്പെട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഫ്രോഡ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ തന്ത്രി എന്ന് പറയുന്ന വലിയ കാട്ടുകള്ളൻ അവിടെ നടത്തി തന്ത്രി തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ദൈവതുല്യനാണല്ലോ. അങ്ങനെയാണ് ഇപ്പം വെളിപ്പെട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്നുള്ള കാര്യം വന്നത് മുതൽ ശബരിമല വിഷയത്തിൽ BJPക്കാർ ഒന്നും വേണ്ടിയിട്ടില്ല. യുവതികളെ രാജ്യത്തെ എന്താ പറയേണ്ടത്, പരമോന്നത ബഹുമാന്യ കോടതി യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനമാകാമെന്നൊരു വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ബാധ്യത നിറവേറ്റാൻ ശ്രമിച്ചപ്പോൾ നാട് മുഴുവൻ നാമജപ ഘോഷയാത്ര നടത്തി നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരാണ് BJPക്കാർ. അന്ന് ഇരുമുടിക്കെട്ട് താഴെയിട്ട് ഷർട്ടൊക്കെ സ്വയം വലിച്ചു കീറി ഒരു രക്തസാക്ഷി പരിവേഷം വരുത്താൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശ്രമിച്ചതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. അങ്ങനെ BJPക്കാർ വലിയ പ്രചരണം നടത്തിയിരുന്നു, പ്രചണ്ഡ പ്രചരണം, സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ നടത്തിയ BJPക്കാർ അയ്യപ്പൻ്റെ സ്വർണ്ണം ഇത്ര കണക്കിന് സ്വർണ്ണം അവിടുന്ന് കട്ടുകൊണ്ട് പോയിട്ടും കാര്യമായ പ്രതിഷേധങ്ങളോ നാമജപ ഘോഷയാത്രകളോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റി വരേണ്യവർഗ്ഗക്കാരാണ്. ഉന്നതന്മാർ കെട്ട് കഴിഞ്ഞാൽ BJPക്കാർ ഒന്നും മിണ്ടില്ല. മാത്രമല്ല ആ അന്വേഷണം മുന്നോട്ട് പോയി തന്ത്രിയെ തൊട്ടപ്പോഴാണ് BJPക്കാർക്ക് ചെറുതായിട്ട് ഇളകിയത്. തന്ത്രിയെ തൊട്ട് അവർക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, തന്ത്രി ഉന്നത കുലജാതനാണ്. ഉന്നതന്മാരെ പിടിക്കുമ്പോൾ വരേണ്യവർഗ്ഗത്തിലുള്ളവരെ പിടിക്കുമ്പോൾ BJP ഹാലുകൾ, താഴെക്കടയിലുള്ളവരെ പിടിക്കുമ്പോൾ അവർക്ക് പ്രശ്നമല്ല. അതിനപ്പുറം തന്ത്രി BJP സംസ്ഥാന സെക്രട്ടറി ഒരു നമ്പൂതിരിയില്ലേ, അദ്ദേഹത്തിൻ്റെ അളിയനാണ്. തന്ത്രിയുടെ ഭാര്യയുടെ ആങ്ങള BJPയുടെ സംസ്ഥാന നേതാവാണ്. അപ്പോൾ സ്വന്തം നേതാവിൻ്റെ അളിയനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുമോ? അവർ അനങ്ങാതിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ ED വന്നിട്ടുണ്ട്. ED അങ്ങനെ അയച്ചതാണ്, എന്തെങ്കിലും പേരിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിചാരത്തിൽ. ED രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന EDയുടെ ക്രെഡൻഷ്യൽ റേറ്റ് വളരെ കുറവാണ്. ED രജിസ്റ്റർ ചെയ്ത കേസുകൾ 192 കേസുകൾ 2 എണ്ണത്തിലെ ശിക്ഷിച്ച് 190 കേസും ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. ED ആൾക്കാരെ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്താനും BJPയിലേക്ക് ആൾക്കാരെ ചേർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ആരോപണം വ്യാപകമാണ്. അപ്പോൾ ED വന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ BJPക്കാർ കടകംപള്ളിയുടെ വീട്ടിലേക്കൊക്കെ, വാസവൻ്റെ വീട്ടിലേക്കൊക്കെ ജാഥ അയക്കുന്നുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. BJPക്കാരാണോ അറസ്റ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്? SIT സ്റ്റേറ്റ് പോലീസിൻ്റെ കീഴിലാണെങ്കിലും അതിൻ്റെ മേൽനോട്ടാർക്കാം. ഹൈക്കോടതി പറയുന്നതനുസരിച്ചാണ് SIT കാര്യങ്ങൾ നടത്തുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ SITയെ നിയന്ത്രിക്കുന്ന ഹൈക്കോടതിയാണ് BJPക്കാരെ. അപ്പോൾ BJPക്കാർ തന്ത്രിയുടെ വീട്ടിലേക്കാണ് ആദ്യം നടത്തേണ്ടത്. കാരണം തന്ത്രിയാണ് അവിടെ കളവ് നടത്തുന്നത് വെളിപ്പെട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, BJPക്കാർക്ക് തന്ത്രിയുടെ വീട്ടിലേക്കും EDക്കും തന്ത്രിയുടെ വീട്ടിലേക്ക് ഉള്ള വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ദയവായി അപേക്ഷിക്കുകയാണ്.